അമൂല്യവും അതിവിശുദ്ധവുമായ തിരുശേഷിപ്പുകൾ മോഷ്ടിക്കപ്പെട്ട സംഭവം നമ്മുടെ നാടിനെ, മതേതര സമൂഹത്തെ നടുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം, ഇതിന് കുറ്റവാളികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയെന്നതിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റവാളികളെ നിയമത്തിൻ്റെ പിടിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. നമ്മുടെ നാട്ടിലെ സമാധാന ജീവിതത്തെ ദുർബലമാക്കാൻ, തകർക്കാൻ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണോ അതോ എന്താണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് തീർച്ചയായും കണ്ടുപിടിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സർക്കാരും പോലീസ് സംവിധാനവും അവരുടേതായ കഴിവുകൾ വിനിയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മനുഷ്യസാധ്യമായ മുഴുവൻ പരിശ്രമങ്ങളും നടത്തി എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട തിരുശേഷിപ്പുകൾ തിരിച്ചു കൊണ്ടുവരാനും ഇതിന് ഉത്തരവാദികളായവരിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസ സമൂഹത്തിന് ഏറ്റ ഈ മുറിവ്, അത് പ്രാർത്ഥനയിലൂടെ അതിന് പരിഹാരം കാണാനുള്ള അവരുടെ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഞങ്ങൾ പങ്കുചേരുന്നു. എത്രയും വേഗത്തിൽ തിരുശേഷിപ്പുകൾ തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. ഹോം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ ആരാധനകൾ സംരക്ഷിക്കുന്നതിൽ ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പോൾ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് മിഷണറിക്കോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിമിതികളുണ്ടോ? ഞാൻ ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നു. അത് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ പറയുന്നതായിരിക്കും. അല്ലേ, ഒറ്റ കാര്യം, ദേവാലയങ്ങളിലും ഈ പള്ളികളുടെയും മോഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പാലക്കാടുണ്ടായ സംഭവം മൊത്തത്തിൽ ഒരു ക്രമസമാധാന നിലയിലേക്ക് കേരളത്തിൽ തകർച്ചയുള്ള വാർത്തകളാണ് പുറത്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരു കാര്യം നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് പരിശുദ്ധ ദേവാലയങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് മോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ, കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായി ഏത് ഗവൺമെൻറ്റും അത് ഗൗരവത്തോടെ കാണും. പക്ഷേ ഗൗരവത്തോടെ കാണുക എന്ന് മാത്രം, നമുക്ക് റിസൾട്ടാണ് വേണ്ടത്, നമുക്ക് ഫലസിദ്ധി ഉണ്ടാകും. അതിന് സാധിക്കുന്ന രീതിയിൽ എന്തൊക്കെ ഒരു ഗവൺമെൻറ്റിന്, ഒരു പോലീസ് സംവിധാനത്തിന് സാധിക്കുക, ആ രീതിയിൽ ശ്രമിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആശങ്കയ്ക്ക്, മനോവേദനയ്ക്ക്, ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആഘാതത്തിന് പരിഹാരമുണ്ടാക്കാൻ. ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പരാജയത്തിൽ അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. ഞാൻ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് വിലയിരുത്താം. എത്രമാത്രം ഫലമുണ്ടാകുന്നു എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടേ അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ പറയാൻ. ജില്ലാ കളക്ടർ വന്നിട്ടുണ്ടോ?